ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജെഎം ട്രിപ്ലെറ്റ്സ്. നേന്ത്രപ്പഴം കൊണ്ട് പഴംപൊരി ഉന്നക്കായൊക്കെ ഉണ്ടാക്കി മടുത്തുകണമെന്നുണ്ടെങ്കിൽ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ മുഴുവനായിട്ട് സ്കിപ്പ് അടിച്ചാതെ കാണാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായി നല്ല ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പിന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം അതിലേക്ക് ഒരു കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കട്ടോ. കയ്യിൽ ബദാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ ചെറിയൊരു പീസാക്കിക്കാണ്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കട്ടോ. അതുകൊണ്ട് ഈ രീതിയിൽ നല്ലൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. നല്ല പഴുത്ത നേന്ത്രപ്പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു വരും. ആ നെയ്യിൽ കടന്നിക്കാണ്ട് ആ നേന്ത്രപ്പഴം നല്ലോണം പെട്ടെന്ന് തന്നെ ഒന്ന് ഉടഞ്ഞു വരണം കേട്ടോ. ഇതുപോലെ ചെറിയതായി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനലാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അത് ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ രീതിയിലൊന്നായി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇനി ഇതിലേക്കൊരു ബാറ്റർ നമുക്ക് തയ്യാറാക്കി എടുക്കാനുണ്ട്. അത് ഞാനിവിടെ അതൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ശർക്കരപ്പാനിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ചൂടിലാണ് ഞാൻ ഈ ഒരു ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴത്തിന് മധുരം നോക്കിയതിന് ശേഷം വേണം നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കാൻ. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലൊരു തിക്നെസ്സിൽ വേണം ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. ഇപ്പോൾ ഈ രീതിയിലായിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബാറ്റർ അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു നുള്ളി ഏലക്കായ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ നേന്ത്രപ്പഴത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയതിന് ശേഷം വേണം കേട്ടോ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാൻ. ഇനി അതെല്ലാം കൂടി ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ബാറ്റർ നേന്ത്രപ്പഴത്തിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസ് ആവരുത് കേട്ടോ ബാറ്റർ. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. ഞാൻ ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഈ രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കട്ടോ. ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ടാണ്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് വിട്ട് കിട്ടാൻ ഇതുപോലെ ഞാൻ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിലാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. ചാനൽ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മളെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കാം കേട്ടോ. ഇനി നല്ലോണം ഇതുപോലെ സ്പാച്ചില വെച്ചിട്ടാണ് നല്ലോണം അമർത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ റെസിപ്പി ഒന്ന് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് അതുപോലെ നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കണം എന്ന് പറയുന്നത്. ഇനി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ കാഷ്യൂനട്ടാണ് കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് മുകളിൽ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷനിലായിട്ടാണ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കയ്യിൽ കറുത്ത എള്ള അതുപോലെ വെളുത്ത എള്ളുന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളെ കയ്യിൽ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്കത് സ്കിപ്പ് ആക്കാവുന്നതാണ് കേട്ടോ. അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്നതാണ്. അത് സ്പെഷ്യൽ വെച്ച് നല്ലോണം അമർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 10 മിനിറ്റ് നേരം നല്ലോണം സ്റ്റീം ചെയ്ത് കാണ്ടൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലും ഇത് ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കാവുന്നതാണ് കേട്ടോ. ആവിയിൽ വേവിച്ചെടുത്ത നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചൂടാറിയതിന് ശേഷമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതൊക്കെ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നല്ലോണം വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്ത് കാണ്ടൊന്ന് കാണിച്ചു തരാം. ഈ റെസിപ്പി എന്തായാലും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ടാക്കാം കേട്ടോ. ഫീഡ്ബാക്ക് നമ്മളെ കമൻറ്റ് ബോക്സിലും അറിയിക്കാൻ മറക്കരുത്. ഇപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മുടെ റെസിപ്പി ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിതുപോലെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ? ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കാം കേട്ടോ. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് കാണാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം. നാളെ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ. അസ്സലാമു അലൈക്കും.